ജിൻഡോ, ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് ഈ കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ധർമ്മരാജന്റെ പേര് വന്നപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഷാഫി പറമ്പിലിനും പണം എത്തിച്ചിട്ടുള്ള ഏജന്റാണ് ധർമ്മരാജൻ എന്നാണ്. ആ ആരോപണം ഷാഫി നേരിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വ്യാജ ആരോപണമാണെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാതെ നിശബ്ദനായി ഷാഫി പറമ്പിൽ ഇരിക്കുന്നതെന്ന് CPM കേന്ദ്രങ്ങൾ ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പാലക്കാട്ടെ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ CPM-നും സർക്കാരിനും ഒരു വാദമുണ്ട്. കാരണം ഇങ്ങനെ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് പണം അവിടെ എത്തിയിട്ടില്ല എന്നതിന് അതൊരു ന്യായമാകുന്നില്ല. അത് പരിശോധനയായിരുന്നു. അതിൽ ആ സമയത്ത് തന്ത്രപൂർവ്വം കൗശലപൂർവ്വം അത് മാറ്റുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് എന്ന ആക്ഷേപവും നിങ്ങൾ നേരിടുന്നുണ്ട്. ഗോപി, ഒന്നാമത്തത് കൊടകര കുഴൽപ്പണ കേസിലെ പണം കൊണ്ടുവന്നതും കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണം നേരിടുകയും വിവാദത്തിൽ അകപ്പെടുകയും ചെയ്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞത് ഷാഫി പറമ്പിലിനും പണം കൊടുത്തുവെന്നാണ് പറയുന്നത്. ധർമ്മരാജൻ, ഈ ധർമ്മരാജൻ BJPക്ക് വേണ്ടിയിട്ട് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നയാളും BJPക്ക് വേണ്ടിയിട്ട് കുഴൽപ്പണം കടത്തി പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്ന ആളുമാണ്. അങ്ങനെ BJPക്ക് വേണ്ടി കൊണ്ടുവന്ന പണത്തിൽ നിന്ന് 4 കോടി രൂപ ഷാഫിക്ക് കൊടുത്തുവെന്ന് K. സുരേന്ദ്രന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് BJPയുടെ അഖിലേന്ത്യാ ഘടകകക്ഷിയായിട്ടുള്ള EDക്ക് പരാതി കൊടുത്ത് ഷാഫി പറമ്പിലിനെതിരെ നടപടി സ്വീകരിക്കാത്തത്? വെറുതെ ഇത്തരത്തിൽ ഉണ്ടയില്ല വെടിവെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പൊക്കോളാൻ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ പുറകെ പൊക്കല്ല. തിരിച്ചും ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുന്ന ഈ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ മടിച്ചു നിൽക്കുന്നത്, നിശബ്ദനായിരിക്കുന്ന എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. താങ്കൾ എനിക്ക് സമയം തരണം ഇവർ പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി, താങ്കളുടെ ചോദ്യത്തിനും മറുപടി പറയാനായിട്ട്. കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഷാഫി പറമ്പിലിന്റെ സൽപ്പേരിന് യാതൊരു കളങ്കവും ഉണ്ടാകില്ല. അങ്ങനെ കളങ്കം ഉണ്ടാകുമെന്ന് BJPക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് അവർ തീരുമാനിക്കട്ടെ. ഇനി ഞാൻ BJPയുമായി ബന്ധപ്പെട്ട കുഴൽപ്പണ കേസ് അവിടെ നിർത്തുകയാണ്. ഇനി CPMന്റെ പ്രതിനിധി പറയുന്നത് പാലക്കാട്ടത്തെ CCTV തുറന്നു നോക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീല തുണിപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടത് എന്താണെന്നും കൂടി പറയണ്ടേ? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കള്ളപ്പണം പിടിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ എന്തിനാ TV രാജേഷിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ നികേഷ് കുമാറിൻ്റെ റൂമുകൾ പരിശോധിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കള്ളപ്പണം കടത്തുകയും ഒളിച്ചു കടത്തുകയും ചെയ്തത് അവരാണോ? അപ്പോൾ പിന്നെ നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ പല സ്റ്റാൻഡുകളാണല്ലോ പറയുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകർ എത്രയോ ആളുകൾ എത്ര പെട്ടെന്ന് അവിടെ തടിച്ചുകൂടിയെന്ന്. ഞങ്ങളുടെ ആളുകൾ ചാനലിൽ വാർത്ത കണ്ടിട്ടാണ് വന്നത്. നിങ്ങളുടെ ആളുകൾ അതിനു മുമ്പ് എങ്ങനെ അവിടെ തടിച്ചുകൂടിയത്? പോലീസ് നിങ്ങൾക്ക് വിവരം തന്നോ? ഇനി വനിതാ പ്രവർത്തകരുടെ, നേതാക്കന്മാരുടെ, മുൻ MLA അടക്കം മുറികളിൽ പോയി രാത്രി തട്ടുന്ന പോലീസുകാർ യൂണിഫോം ഉണ്ടായില്ല, ID കാർഡ് ഉണ്ടായില്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം ഉണ്ടായില്ല, മഫ്തിയിലായിരുന്നു, ഇതൊക്കെ പറയുന്നു. എന്നിട്ട് നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? നിങ്ങൾ ആദ്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ റൂമിനകത്ത് ഒളിച്ചിരിക്കുന്നു, പിന്നീട് പറഞ്ഞു ഗോവണി വഴി പുറകിലൂടെ ഓടി എന്നൊക്കെ. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നിങ്ങളാണല്ലോ, പോലീസിൽ നിന്ന് കിട്ടിയത് നിങ്ങൾക്കാണല്ലോ. എന്താ നിങ്ങൾ എന്നിട്ട് തെളിയിക്കാൻ പറ്റിയേ? എന്നാ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയേ? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിതരണം ചെയ്യാൻ വന്ന കള്ളപ്പണമാണെങ്കിൽ, അങ്ങനെ കള്ളപ്പണമാണെങ്കിൽ എന്തിനാണ് മാഷേ ഇത് കോഴിക്കോട്ടേക്ക് കടത്തിക്കൊണ്ടുപോകണേ? അത് പാലക്കാട് ഇരുന്നാൽ പോരെ, പാലക്കാട് വിതരണം ചെയ്താൽ പോരെ? തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും പറയുന്നതാണോ? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും ഇതൊക്കെ വിശ്വസിക്കുന്ന നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഇതൊക്കെ വീണ്ടും പ്രചരണം നടത്തുന്ന നിങ്ങളെയൊക്കെ സമ്മതിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല, നിങ്ങൾ ഇനി ഞങ്ങളെ ഒന്നും പറഞ്ഞ് തൃപ്തിപ്പെടുത്തണ്ട, ആ NN കൃഷ്ണദാസിനെങ്കിലും പറഞ്ഞ് തൃപ്തിപ്പെടുത്തണം. കാരണം നീലപ്പെട്ടി വലിച്ചെറിയൂ എന്ന് പറഞ്ഞ് ഇറച്ചിക്കടയിലെ പട്ടികളെ എന്ന് ചാനലുകാരെ വെല്ലുവിളിച്ചതുപോലെ പാർട്ടി സഖാക്കന്മാരെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ ഈ പെട്ടിയുടെ വിഷയത്തിൽ പാർട്ടിക്കകത്തുള്ള തർക്കം തീർത്തിട്ട് വേണം കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ. ഇനി നിങ്ങൾ ഇന്നിപ്പോൾ ചേലക്കരയിൽ പണം പിടിച്ച ജയൻ പഴയ കോൺഗ്രസ്സുകാരനെന്ന്. പഴയ കോൺഗ്രസ്സുകാരൻ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ VP മുസ്തഫയുടെ ആരോപണത്തിൽ പഴയ കോൺഗ്രസ്സുകാരൻ എന്നുള്ള പുതിയ വാർത്തയാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. എന്തുമായിക്കോട്ടെ, താങ്കളുടെ വാദം ഞാൻ ഇങ്ങ് സ്വീകരിക്കുക. പഴയ കോൺഗ്രസ്സുകാരൻ കുഴപ്പക്കാരനാണെങ്കിൽ പാലക്കാട്ടത്ത് നിങ്ങളുടെ ചിഹ്നമില്ലാതെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാ? പഴയ BJPക്കാരനാണോ? അതോ പഴയ വേറെ ആരെങ്കിലും ആണോ? പഴയ കോൺഗ്രസ്സുകാരനല്ലേ? അപ്പോൾ പഴയ കോൺഗ്രസ്സുകാരൻ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട്ട് ഒരു സഖാക്കന്മാരും പഴയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ചിഹ്നമില്ലാതെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളൊരു ആഹ്വാനമാണ് ഇതിലൂടെ നടത്തുന്നത്. ഇനി അടുത്തത് താങ്കൾ പറഞ്ഞത് ഷുക്കൂറിനെ 2 മണിക്കൂർ നേരത്തേക്ക് കോൺഗ്രസും UDFും ഉപയോഗിച്ചുവെന്ന്. നിങ്ങളുടെ പാർട്ടിയുടെ അണിയായി, അനുഭാവിയായി, പാർട്ടി മെമ്പറായി, ഏരിയ കമ്മിറ്റി മെമ്പർ വരെ ആയിട്ടുള്ള ഷുക്കൂറിനെ 2 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടി എന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ ബോധ്യമാണത് പറയുന്നത്?
ഷുക്കൂറിന്റെ കഴുത്തെ കൈയിട്ട് കൊളത്തി പിടിച്ചിട്ട് NN കൃഷ്ണദാസ് ചാനലുകാരെ ഇറച്ചിക്കടയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന പട്ടികളെ എന്ന് വെല്ലുവിളിച്ചതിന് ശേഷം പറയാ ഷുക്കൂർ ഹാപ്പിയാണെന്ന്. ഏത് പണ്ട് കലാഭവൻ മണിയുടെ സിനിമയിൽ പറയുന്നുണ്ട്, തോമസ് ആറ് പാവ എന്ന് പറഞ്ഞ് കഴുത്തെ പിടിച്ച് ഞെരുക്കി പിടിച്ചുകൊണ്ട് ഷുക്കൂർ ഹാപ്പിയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാം. ആ കൊഴിഞ്ഞാമ്പാറയിലെ വിമത സഖാക്കന്മാരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇനി മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ ഈ കൈരളി ചാനൽ മാത്രം കാണുന്നുകൊണ്ടാണ്. മറ്റ് ചാനലുകളും വാർത്തകളും കൂടി കാണണം. രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മുരളീധരൻ പറയുന്നത് നിങ്ങൾ കാണാനിട്ടാണ്. അതെ, കൈരളിയും ദേശാഭിമാനി ഒഴിച്ച് മറ്റും ചാനലുകളും ഉണ്ട്, പത്രങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗോപി, എനിക്ക് മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയുടെ പ്രതിനിധിയോട് 1-2 മറുപടി പറയാനുണ്ട്. എനിക്ക് സമയം തരണം. ഒന്ന്, അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവർ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന്. ഞാനൊരു ക്രൈസ്തവനാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന. കേരളത്തിലെ ക്രൈസ്തവരോടും കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഇവിടെ BJPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും RSSന്റെയും വിഘടനവാദ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷലിപ്തമായ വാചകങ്ങളിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആളുകളുണ്ടാകും. പക്ഷേ മതമേലധ്യക്ഷന്മാർക്കും അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാർക്കുമൊക്കെ ഈ വിഷം കലർത്തിയിട്ട് അവരുടെ പണി നോക്കിപ്പോകാം. ഇവർ പിന്നീട് കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ സാധാരണ മനുഷ്യർക്കിടയിൽ ഇവർ വിതയ്ക്കുന്ന, RSSും BJPയും സംഘപരിവാറും വിതയ്ക്കുന്ന വിഷവിത്തുകൾ അത് വിളഞ്ഞ് പൂണ്ട് വിളയാടുമ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. മുനമ്പത്ത് സംഭവിച്ചത് അതാ. മുനമ്പത്ത് ഏതെങ്കിലും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ഇസ്ലാം മത സംഘടനകളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ മുനമ്പത്തെ 609 കുടുംബങ്ങളുടെ വിഷയത്തിൽ അവർക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിനെതിരെ പറയുന്നു. മുസ്ലിം ലീഗും UDFും കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം അവിടെ മുനമ്പത്തെ ആ മനുഷ്യരുടെ വിലാപത്തോടൊപ്പമാണ് നിൽക്കുന്നത്.